ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കി പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ബുദ്ധിമാനായിട്ടുള്ള രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു രാജ്യമുണ്ട്, അത് തുർക്കിയാണ്. തുർക്കി അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുമായുള്ള സൗഹൃദം മാറ്റി പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു രാജ്യമായി കാനഡ മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായിരുന്നു. എന്നിരുന്നാലും മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ നല്ല മാറ്റത്തിനിടയിൽ പാകിസ്ഥാൻ ഒരു പ്രധാന സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് കാനഡ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനിടയിൽ ഇസ്ലാമാബാദിന് കോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക സഹായം നൽകുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. ഈ വിഷയം വളരെ വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കനേഡിയൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിച്ച് $47 മില്യൺ പാകിസ്ഥാന് സഹായമായി നൽകിയിരിക്കുന്നത്. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദാണ് അടുത്തിടെ പാകിസ്ഥാനിൽ ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനത്തിനെത്തിയത്. തിങ്കളാഴ്ച അവസാനിച്ച അവരുടെ സന്ദർശന വേളയിൽ കനേഡിയൻ സർക്കാർ ഇസ്ലാമാബാദിന് $47 മില്യൺ വരുന്ന സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സിന്ധു നദീജല കരാറിനെ കുറിച്ചുള്ള വിഷയം പാകിസ്ഥാൻ കാനഡയ്ക്ക് മുന്നിൽ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാനഡ അത് തള്ളി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ കാനഡയോട് ഏത് സമീപനം സ്വീകരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് മലയാളം.